അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. കേരളത്തിൽ ഏവരും വളരെ ശ്രദ്ധയോടെ കാത്തിരിക്കുന്നത് നാളത്തെ ഒരു ദിവസം ആണ്. എന്ന് പറഞ്ഞാൽ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ് നാളെ. കേരളം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു നിർണായകമായ ഒരു ദിവസമാണ് നാളെ, അഥവാ മെയ് 4-ാം തീയതി. ഇവിടെ ജയിച്ചു വരുന്ന ആളുകൾ അവർ എന്തിനാണ് അവരെ ജയിപ്പിച്ചത് എന്നുള്ള ചിന്ത അവരിലുണ്ടാകണം. അഥവാ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും നന്മക്കുമൊക്കെ വേണ്ടി പ്രവർത്തിക്കുകയും പദ്ധതികൾ കൊണ്ടുവരികയും ചെയ്യുക എന്നത് അവരുടെ മേൽ അർപ്പിതമായ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് അവർ മറക്കാൻ പാടില്ല. അവരുടെ ചില പദ്ധതികളുണ്ടാകും. ആ പദ്ധതികൾ മാത്രം നടപ്പിലാക്കി ജനങ്ങളെ ഒരു വിഡ്ഢികളാക്കുന്ന ഒരു രീതി ഒരു ഭരണാധികാരികളും ചെയ്യാൻ പാടില്ല. ഒരുപാട് ആളുകൾ വിവിധങ്ങളായ ആവശ്യങ്ങളുമായി ഗവൺമെൻറ്റുകളെ ആശ്രയിക്കുന്നുണ്ട്. പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തൊഴിൽ രഹിതരായ യുവാക്കൾ, രോഗികളായിട്ടുള്ള ആളുകൾ, അതുപോലെ പല ജാതി പ്രശ്നങ്ങളുള്ള ആളുകൾ, വിദേശങ്ങളിലൊക്കെ ജോലിക്ക് പോകുന്ന പ്രവാസികൾ, അതുപോലെ നാട്ടിൽ കൃഷികളും മറ്റുമൊക്കെ തൊഴിലുകളൊക്കെ ചെയ്യുന്ന അതിൻ്റെ സ്ഥാപന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള കർഷകരും മറ്റുള്ള ആളുകളുമൊക്കെ, ഇവരുടെയൊക്കെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുകയും ആ നന്മകൾ നാടുകളിൽ ഉണ്ടാകുമ്പോൾ നാടുകൾ വളരുകയും ജനങ്ങൾ കൂടുതൽ പുരോഗതിപ്പെടുകയും ചെയ്യും. ഏറെ കാര്യം വിവിധങ്ങളായ ജനസമൂഹങ്ങൾ വളരെ ഐക്യത്തോടെ ജീവിക്കുന്ന ഒരു പ്രദേശമാണല്ലോ നമ്മുടെ കേരളം. ഇതര സംസ്ഥാനങ്ങളിലൊക്കെ മാതൃകയാക്കാൻ പറ്റുന്ന രീതിയാണ് കേരളീയരുടെ ജീവിതം. ഇവിടെ പള്ളികളുണ്ട്, അമ്പലങ്ങളുണ്ട്, ചർച്ചുകളുണ്ട്, ആഘോഷങ്ങൾ, പെരുന്നാളുകൾ, ക്രിസ്തുമസുകൾ, ഓണങ്ങൾ, ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ആഘോഷിക്കും, ഭംഗിയായിട്ട് ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നേർച്ചകൾ ഉണ്ടാവാറുണ്ട്, പൂരങ്ങൾ ഉണ്ടാകാറുണ്ട്, അതുപോലെ പള്ളി പെരുന്നാളുകൾ ഉണ്ടാവാറുണ്ട്, എല്ലാം ഉണ്ടാകാറുണ്ട്. പക്ഷേ ആരും ഒരു പ്രശ്നക്കാരാകാതെ എല്ലാവരും അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കേരളീയരുടെ ഒരു നല്ലൊരവസ്ഥയാണ്. അത് നിലനിൽക്കണം. അത് ഒരിക്കലും നഷ്ടപ്പെടരുത്. ആളുകളെ ഭിന്നിപ്പിച്ച് വോട്ട് ബാങ്കുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകൾക്കൊന്നും ഒരു വഴി ഒരുക്കാതെ സമാധാനത്തോടെ വിവിധങ്ങളായ മതസമൂഹവും ആളുകളുമൊക്കെ വളരെ സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യത്തോടെ ജീവിക്കുന്ന ഒരു ചുറ്റുപാട് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. അങ്ങനത്തെ ഒരു ഭരണാധികാരികൾ വരുമ്പോൾ അവരെ അനുസരിക്കുകയും
അവരെ കേൾക്കുകയും ചെയ്യുക എന്നുള്ളത് മുസ്ലിങ്ങളുടെ ഒരു ബാധ്യതയാണ്. അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രഭാഷണം സഹാബത്തിനോട് നടത്തുകയാണ് അവസാന കാലങ്ങളിൽ. ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹുവാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ പറയുന്നത്, വദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇളത്തൻ ബലീഗത്തൻ, ഒരു സാരസമ്പൂർണമായ ഒരു പ്രഭാഷണം ഞങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി. വജിലത്ത് മിൻഹൽ ഖുലൂബ്, ആ പ്രഭാഷണം കേട്ടിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളൊക്കെ ഇങ്ങനെ പിടച്ചുപോയി. വദറഫത്ത് മിൻഹൽ ഉയൂൻ, കണ്ണുകളൊക്കെ ഇങ്ങനെ കണ്ണുനീര് നിറഞ്ഞുപോയി. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു അള്ളാഹിൻ്റെ റസൂലേക്ക്, അന്ന മൗഇളത്തുൻ മുഅദ്ദിൻ, ഇതൊരു വിടവാങ്ങൽ പ്രഭാഷണം പോലെയുണ്ടല്ലോ നബിയെ, അതുകൊണ്ട് ഫൗസിന, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വസിയത്ത് അങ്ങ് പറഞ്ഞു തന്നാലും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൊടുത്ത വസിയത്ത് എന്നറിയോ? ഊസിക്കും ബിത്തഖ്വ, അള്ളാഹുവിനെ നിങ്ങൾ തഖ്വ ചെയ്യുക. ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. തഖ്വ ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ള കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക, അള്ള വർജിച്ച കാര്യങ്ങൾ ഒഴിവാക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നിങ്ങൾ കേൾക്കുക, അനുസരിക്കുക. ഒരു നീഗ്രോ വർഗക്കാരൻ നിങ്ങളെ ഭരണാധികാരിയായാലും, എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഇടയിൽ വലിയ സ്ഥാനങ്ങളൊന്നുമില്ലാത്ത, കാണാൻ ഭംഗിയില്ലാത്ത ഒരു താഴ്ന്ന ഒരാൾ നിങ്ങളുടെ ഭരണാധികാരിയായിട്ട് വന്നാലും നിങ്ങൾ ആ ആളെ നിങ്ങൾ അനുസരിക്കണം. അതാണ് നമ്മളെ ദീന് പഠിപ്പിച്ചത്. ഭരണാധികാരിയെ അനുസരിക്കണം, അംഗീകരിക്കണം. പിന്നെ മറ്റൊരു കാര്യം പറയുന്നു, നിങ്ങൾ ഈ എൻ്റെ ശേഷം ജീവിക്കുമ്പോൾ ഫസൈറ ഇഖ്തിലാഫൻ കസീറ, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണാം. അപ്പോൾ ഫലൈക്കും ബിസുന്നത്തി, എൻ്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇ റാഷിദീൻ അൽ മഹ്ദിയീൻ, സന്മാർഗം സിദ്ധിച്ചവരായ ഖുലഫാ ഉർ-റാഷിദയുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണം. ഖുലഫാ ഉർ-റാഷിദ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഈ 4 മഹാന്മാരാണ് ഖുലഫാ ഉർ-റാഷിദ കൊണ്ട് ഉദ്ദേശിച്ചത്. അല്ലു അലിഹ ബിൻ വാജിദി, നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് മാത്രം പറഞ്ഞാൽ പോലെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം, അത്രയും ദൃഢമായിട്ട് നിങ്ങളത് അംഗീകരിക്കണം. വഇയ്യാക്കും വമുഹ്ദസാത്തിൽ ഉമൂർ, പുത്തൻ വാദങ്ങളെ നിങ്ങൾ ഒഴിവാക്കണം. ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ പുത്തൻ വാദങ്ങളും അത് ദുർമാർഗമാണ്, നരകത്തിലേക്ക് പോകുന്നതാണ്. ഈ ഹദീസുകളിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ പ്രഭാഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്. വീഡിയോയുടെ ദൈർഘ്യം വിചാരിച്ചുകൊണ്ട് നാം ഇപ്പോൾ അതിലേക്ക് ഉദ്ദേശിക്കണില്ല. ഒന്ന്, ഏതാൾ ഭരണാധികാരിയായാലും ആ ആൾ അംഗീകരിക്കുക എന്നുള്ളത്. നമുക്ക് നാളെയുടെ വൈകുന്നേരങ്ങളോടെ നമുക്ക് അറിയാം ആരാണ്, ഏത് വിഭാഗമാണ്, അല്ലെ ആരാണ് കേരളം ഭരിക്കുന്നത്, ഏത് മുന്നണിയാണ്. ഏത് മുന്നണി ഭരിച്ചാലും ഒരു സമൂഹം എന്ന നിലക്ക് അവരെ നല്ല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു ഉത്തമ സമൂഹത്തിൻ്റെ ബാധ്യതയാണല്ലോ. അതോടെ അവർക്കും കുറേ ബാധ്യതകളുണ്ട്, അത് അവർ അറിയുകയും ചെയ്യും. എന്തായാലും നല്ല ഒരു അന്തരീക്ഷം നമുക്കുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളൊക്കെ ദുആ ചെയ്യുക. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.